ഇത് നമ്മുടെ എന്താ പറയുക ഫാമിലുള്ള ഒരു സ്റ്റാലിയനാണ്. മഹാകാൽ എന്നാണ് ഈ കുതിരയുടെ പേര് കേട്ടോ. അതായത് പഞ്ചാബിലൊക്കെ 2 ഷോ അടക്കം വിൻ ചെയ്തിട്ടുള്ള പ്യോർ മാർവാരി കാറ്റഗറിയിൽ വരുന്ന കുതിരയാണ്. വൺ ഓഫ് ദി എന്താ പറയുക സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോളസ്റ്റും പ്രീമിയം സെഗ്മെന്റിലും പെടുന്ന കുതിരയിൽ ടോപ്പ് ലിസ്റ്റിൽ പെടുന്ന കുതിരയാണ് ഈ കാണുന്ന സാധനം. നമ്മൾ ബ്രീഡിങ്ങിന് പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും ഷോ അതായത് അതർ സ്റ്റേറ്റിൽ മാർവാരി ഹോഴ്സ് ഷോ കാര്യങ്ങളൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത് രുദ്രരാജ് എന്ന പേരുള്ള കുതിരയാണ്. നമ്മളത് ഗുജറാത്തിൽ നിന്ന് ഇറക്കിയാണ്. ഇത് നമ്മളെ ഈ കളർ ബ്ലാക്ക് കളറിൽ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യം ഹൈറ്റ് കൂടിയ കുതിരയിൽ ഒന്നാണ്. ഇത് നമ്മൾ കൂടുതൽ ഇവിടെ മാറ്റിങ്ങിനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും സെയിം ഹൈറ്റ് തന്നെയാണ്. ഇതിന്റെ വൈറ്റ് കോഴ്സിനെ നൊക്ര എന്നാണ് പറയുന്നത്. നൊക്ര എന്നാണ് പറയുന്നത്. ഇതും മാറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മളെ സിഫ്ര എന്ന പേരുള്ള ഫീമെയിൽ ഹോഴ്സാണ്. നമ്മളെ ഫീമെയിൽ കുതിരയിൽ അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റിയിലുള്ള കുതിരയാണ്. ഇത് ബെല്ല എന്നൊരു ഇതും ഒരു ഹൈ ക്വാളിറ്റി ഫീമെയിൽ ആണ്. പക്ഷെ ഇതൊന്ന് റെസ്റ്റിംഗ് ടൈം ആണ് ഇതിന്റെ. ഹോഴ്സ് അങ്ങനെ കിടക്കത്തില്ല, അത് വല്ലപ്പോഴേക്കേ കിടക്കുള്ളൂ. ഒരു 5 ദിവസം കൂടുമ്പോഴും അങ്ങനെ ആ ലെവലിലെ ഹോഴ്സ് കിടക്കത്തുള്ളൂ. അങ്ങനെ കൂടുതലും നിക്കലാണ് പതിവ്. ഇത് ഓങ്കോളിന്റെ കാളയാണ്. അത്യാവശ്യം ഒരു 2000-2200 കിലോ ലൈവ് അടുപ്പിച്ച് വെയിറ്റ് വരുന്ന ഒരു കാളയാണ് ഓങ്കോളിന്റെ. ഈ സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആന്ധ്ര എന്ന സ്ഥലത്ത് ആന്ധ്രയിൽ ഓങ്കോൾ എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന കാളയാണ്. ഇത് കസ്വ എന്ന് പേരുള്ള കുതിരയാണ്. കൂടുതൽ ഈ ഷോ പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഷോയും റൈഡിങ്. ഇത് റിയ എന്ന് പേരുള്ള നമ്മളിവിടുത്തെ ഒരു കുട്ടി കുതിരയാണ്. ഏകദേശം ഒരു 3.5-3.25 വയസ്സ് അടുപ്പിച്ച് പ്രായം. ഇത് നമ്മുടെ സുന്ദരി എന്ന് പേരുള്ള കുതിരയാണ്. നമ്മുടെ സുന്ദരി എന്നാണ് വിളിക്കുന്നത് കൂടുതൽ. അതിന് കണക്ക് പോടെ. ഹലോ 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 ഇവിടെ